ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അത് എങ്ങനെയാണ്ട് മാച്ച് ആയതട്ടാ അല്ലേ? കാണുന്നവര് വിചാരിക്കും രണ്ടാ ഒരേപോലെ സർട്ടിട്ടുണ്ട്. ഒപ്പിച്ചല്ല. അപ്പൊ ഇതൊക്കെയാണ് മനപ്പൊരുത്തം എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഞങ്ങള് ശരിക്കും ഇങ്ങനെ ഒരു ടൂറൊന്നും പറയാൻ പറ്റൂല അല്ലെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മനസ്സിനൊക്കെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ ഒന്ന് ഊട്ടിക്ക് പോന്നാണ്. അപ്പൊ ഞങ്ങൾ ഊട്ടിയിൽ ഏകദേശം ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒക്കെ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ്. എല്ലാരും മോനൊക്കെ പറ്റ ക്ഷീണിച്ചിങ്ങനെ ഛർദിച്ചിട്ടൊക്കെ ഇവനെന്തോ സംഭവിച്ചിക്കണേ. അതെ, സാധാരണ ഫുൾ ക്ഷീണിക്കലുണ്ട് ആള്. ഇപ്പൊ ഒന്നും കുഴഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നാണ് കുട്ടിമോനൊക്കെ ഇവിടെ ബാക്കിലുണ്ട്. ഇതാ അരൂരാണ്. കവറോ? എത്ര കവർ കഴിഞ്ഞറിയോ? അവര് എന്റെ 5-6 കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ആണെങ്കിൽ കവറിന് പെരുഞ്ചാതി വിലയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് കവർ വാങ്ങി കൂടുതൽ വാങ്ങി വരണം അല്ലേ? നാളെ നമ്മള് മുമ്പ് വാങ്ങിയിട്ട് കഴിഞ്ഞ ടൂറിനൊക്കെ വാങ്ങി. ടൂറിനല്ല, നമ്മള് കല്യാണത്തിനൊക്കെ വാങ്ങിയതാണ്. അത് ബാക്കിയുള്ളതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. ഉമ്മാനൊക്കെ വിളിച്ചു. പക്ഷെ ഉമ്മാക്ക് സുഖമില്ല, ടയേർഡാണ്. നമ്മളെ മോളൂട്ടിക്കും അതേമാതിരി ജലദോഷം പോണെങ്കിൽ നല്ല ചെലവാണ്. അപ്പൊ ഇതൊക്കെ ഊട്ടിക്കാവുമ്പോ എത്ര ചെലവില്ലല്ലോ. ഇല്ല. പിന്നെ ഞങ്ങള് ചെലവ് കുറച്ചു കാണുന്ന പോരല്ല കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. രാവിലത്തത് പത്തിരിയും കറിയും, അതെ, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. ഒക്കെ വീഡിയോയിൽ കാണിക്കും. വലിയ ചെലവില്ലല്ലോ, ഫുഡിന് പൈസ വേണ്ട. അത് ഞാനൊന്നും ശരിക്കും ഞങ്ങള് പറഞ്ഞത് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങാൻ എന്തെങ്കിലും കറി ഉണ്ടാവും. ഇവിടെ പെട്ടെന്ന് കറി ഉണ്ടാവും. പൊറോട്ടൊക്കെ എല്ലാരും പൈസ ആണ്. അപ്പൊ ഇവിടെ ഊട്ടിയിൽ വന്നാ പിന്നെ പറയണ്ട, ഭക്ഷണത്തിനും എല്ലാറ്റിനും ഏറ്റവും വലിയ നല്ല പണി എന്താ? നമുക്ക് അടുക്കള പണി വലിയ വിഷയമല്ല, സംഭവമല്ല. അപ്പൊ എന്താ ചെയ്യാ, കുറച്ച് പത്തിരി ഉണ്ടാക്കുക. ചിക്കൻ കറി ഏതായാലും നമ്മള് ഉണ്ടാക്കണില്ലേ? വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി 2 നേരത്തേക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ ഒപ്പിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇങ്ങനെ. പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്ന കുറച്ച് പൈസ എന്താണ് അവിടെ അടുത്ത കല്യാണത്തിന്റെ അടുപ്പിന്റെ പൈസ ഇട്ടീന്ന്. അപ്പൊ അതും എല്ലാം കൊണ്ട് ഒപ്പിച്ചായിട്ട് കൂടി ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഏതായാലും ആവട്ടെ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് കാണിക്കുക, ഊട്ടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടതല്ല ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പേജിന്റെ നമ്മളെ പേജിൽ ഉപ്പയും പേജ് വീഡിയോസ് അതൊക്കെ പോയി കാണുക. അടിപൊളി കോമഡികളൊക്കെ ഉണ്ട്. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നീണ്ടു പോവാണ്, ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ കുടിക്കാതിന് നിർത്തിയാട്ടാ. ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാത് ഉച്ചക്കുള്ള ബിരിയാണിയാണ്. വെള്ളം ഇതിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു, മറിഞ്ഞു പോയി. അവിടെ അമ്പ് ചാടിയപ്പോൾ വെള്ളത്തിൽ നിന്നാലും മറിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊക്കെ ഇതിലാട്ടാ. നല്ല അടിപൊളി പത്തിരിയും തേങ്ങ വറുത്തരച്ച കറിയാണ്. മാള് സ്പെഷ്യലാണ് കേട്ടാ. അപ്പോൾ കഴിക്കാൻ നല്ല ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നല്ല ഇരുന്ന് ആരും അടിച്ചോടിക്കാൻ വന്നില്ലെങ്കിൽ കേട്ടാ, നല്ല സ്ഥലമാണ്. പെട്ടിക്കടയാണ്, പക്ഷേ ഈ പെട്ടിക്കട അടവാണ്, ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇരിക്കാനൊക്കെ നല്ല സൗകര്യ സ്ഥലം. അതെ, ഇവിടെ നല്ല അടിപൊളി പ്രദേശമായിട്ട് അങ്ങ് നോക്കിക്കാളിട്ടാ. അവിടെ ഒക്കെ അങ്ങ് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഫുള്ള് ടോട്ടലി നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് തന്നെ ശരിക്കും വലിയ നാട് കാണിച്ചുരം കയറിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നല്ല അടിപൊളി തണുപ്പാണ്. ഇവിടെ നിന്ന് തണുത്തിട്ട് വയ്യ വിറക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇതാ കണ്ടില്ലേ. കുറേ ചെക്കന്മാരൊക്കെ അവിടെ വന്നിട്ട് നല്ല കളിയിലാണ്. ആ, കാറിയും പോയാ
കുറച്ച് ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ എന്നാല് കഴിക്കാൻ പോകട്ടാ. ഇതെന്താ അപ്പൊ ഇപ്പ വളമ്പി തരാ. ഞാൻ വെറുതെ ഇങ്ങനെ ടൂറൊക്കെ പോന്നാലിതാ പെണ്ണുങ്ങളല്ല പണിയെടുക്കല്. നല്ല സൂപ്പർ ആയിട്ട് കുഞ്ഞു ഇറങ്ങലിട്ടാ. കൊരങ്ങണ്ട എളുപ്പം വേണോ അത് കണ്ട് ഇറങ്ങി വരൂ. കൊരങ്ങനെ ഇറങ്ങി ആ ഭക്ഷണം വാരി കൊണ്ടുപോട്ടാ. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പില്ല. ഞങ്ങൾ നാട് കാണി എത്തിയിട്ടുള്ളൂ. പക്ഷെ പെരും തണുപ്പ് ഇപ്പൊ തന്നെ. അപ്പൊ നാട് കാണി എത്തിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ എത്ര തണുപ്പ്. അപ്പൊ ഗൂഡല്ലൂർ എത്തുമ്പോ എത്ര തണുപ്പ് ഉണ്ടാവും ആലോചിക്കാൻ പറ്റൂല. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് എത്തിയില്ല. നല്ല സൂപ്പർ സ്ഥലം. അപ്പൊ 5 പേർക്ക് വിളമ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളാണ് വിളമ്പ്, ആണുങ്ങളാണ് പോകുമ്പോ വിളമ്പിനുള്ള കംപ്ലൈന്റ് വേണം. കറി പോകണ്ടട്ടാ. കറി പോയാൽ തലി കഴിച്ചിട്ട് നിരോത്സണ്ടി വരും. ഇല്ല ആവശ്യത്തിന് വിളമ്പ. മറിയും വരുന്നുണ്ടാ? ഇല്ല ഇപ്പളാവൂല. അപ്പൊ 7 മണിയിലായിട്ടുള്ളൂ. 7. നമ്മളൊന്നും വൃത്തികേടാക്കണില്ലല്ലോ. അപ്പോ ഞങ്ങൾ കഴിക്കാൻ പോകണ്ടേ കേസ്? നിങ്ങള് അടുത്തോളാം. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകണം. ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല അവിടെ ഇരുന്നോളി. മോനെടുത്തോ. എന്താ നോക്കിക്കണേ? ബാട്ടി മോനെ മോൻ തണുപ്പ് ആസ്വദിക്കണേ. അപ്പൊ ഉപ്പയും മക്കളും ചായ അടിച്ചു. എന്നാ നിർത്തോ. കടി എടുക്ക്. അപ്പൊ ഞങ്ങള് കഴിക്കട്ടാ. കുഞ്ഞോ അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് പോകും അല്ലേ? ഇതൊക്കെ പറിച്ചിടം മുതലാളി. എന്തിനാ ചായ കുടിക്കാൻ ഇറങ്ങിയോടത്തെ വ്യൂസ് ആണ് ഇതട്ടാ. ഇപ്പൊ ബാവയുടെ വണ്ടീൻ്റെ എന്തൊക്കെയാ ശരിയാക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ പാത്രങ്ങളും ഇതൊക്കെ എടുത്തിക്കിടും. അപ്പൊ ഞാനും കുട്ടിമാരൊക്കെ കൂടി ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയതാണ്. കണ്ടില്ലേ എന്തോ പക്ഷി അവിടുന്ന് കരയുണ്ടല്ലേ. ദൂരെ രസം അവിടെ കാണാന്. പോവാ മേലേക്ക് പോവാ. ഓനക്ക് മുള്ളമ്മന്നിന്റെ ഒരു സൂചി. എന്താണ് മുള്ളമ്മന്നിന്റെ മുള്ള്. ഇപ്പൊ ഞങ്ങള് മേലേക്ക് പോവാണ്. നാടേ കുറിച്ചുണ്ടാവും. അതിന് ചായണോ? ആദ്യം കണ്ടപ്പോ വിചാരിച്ച പാടാണ്. ഒരു രസ എന്താ ഭംഗി. പച്ചപ്പരവതാനി. ശരിക്കും പച്ചപ്പരവനാനി വിരിച്ചു കിടക്കാണ്. ഉടല്ലൂരിന്റെ മണ്ണി ഇതാ ഇപ്പുറത്ത് കൊണ്ടിട്ടാ. ഉടല്ലൂർ എത്തിയിട്ടില്ല. എത്ര ഉള്ളൂ? 7 ये साइड में भी थोड़ा देखो. പൊന്നോ എന്ത് രസാണോ.
പൊന്നോ യൂക്കാലിപ്സ് ഇത് രസാടോ. ഇവിടെയാണ് എല്ലാരും ഫോട്ടോ എടുക്കല് അല്ലെ. ഊട്ടിക്ക് പോണ ആളുകൾ ഒരുവിധ ആളുകളൊക്കെ ഇവിടുന്നാണ് ഫോട്ടോ എടുക്കാൻ. എന്ത് ഭംഗിയാണോ പൊന്നോ രസം. ഓലൊരിക്കലും അങ്ങനെ വിചാരിച്ചാൻ പോയി ഇല്ല. ഈ മരത്തിന്റെ തൊലിയൊക്കെ പൊന്നു അത് ഓരോ ക്ലൈമറ്റിൽ അങ്ങനെ പോരും, പിന്നെ ശരിയാവും. അല്ലല്ല ഇത് ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ. അപ്പോ അർജുന്റെ വണ്ടി ഇതാ പോണേ. അർജുന്റെ ലോറി പോയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ തന്നെയാണ് അല്ലേ. വെള്ളിങ്ങനെ എന്താണ് യൂക്കാലി മരങ്ങളല്ലേ. യൂക്കാലി അല്ല, ഇതിനെന്താ പേരുണ്ട്, പൈൻമരം. പൈൻമരങ്ങൾ പൈൻവാലി എന്താണ് വള്ളി കോറി ഇട്ടല്ലേ. Nah. ഇതാണ് പൊന്നെ വെള്ളം ഇത് കാണുന്നില്ലല്ലോ. അങ്ങോട്ട് മേലേക്ക് നോക്കാണ് നിങ്ങള്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ, ചെറിയ ഓട്ടോറിക്ഷനെ കാട്ടി ചെറിയ ഓട്ടോറിക്ഷ ഇവിടെ കണ്ടിട്ടാ. ഏട്ടാ ഇത് എന്ത് ഓട്ടോറിക്ഷ? അറിയില്ല. ഇത് എന്ത് ഓട്ടോറിക്ഷ? ടാക്സി വണ്ടിയാ? ഇത് എന്തിനുള്ളതാണ്? പഞ്ചായത്തിന്റെ. നമ്മള് കേരളാല് ഇപ്പഴൊന്ന് പാക്കല അതൊക്കെ ഇട്ട് നല്ല സൂപ്പർ വണ്ടി അല്ലേ. ഇത് സർക്കാർ വണ്ടിയാ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ശരിക്കും ഇവരൊക്കെ പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ആണെന്നാ പറയണത്. ഞാൻ സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നു പറഞ്ഞിട്ടാ. വലിയ വലിയ പൈക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെ കേട്ടാ. ഇവിടെ ഇറങ്ങിയെടുക്കും. ഇവിടെ എല്ലാവരും സെൽഫി ഗിൽഫിയൊക്കെ എടുക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടാ. അവിടെ മേലൊക്കെ കുറെ വീടുകളുണ്ട്. നിങ്ങള് ചായം കടയൊക്കെ ഉണ്ടാക്കാനുള്ള പുക ഒന്നുണ്ട് അവിടെ നിന്നൊക്കെ. ഒക്കെ വീടാടാ. വീടും റിസോർട്ടൊക്കെ ഉണ്ട്. എന്നാ ये भैया को दिएगा. അപ്പൊ സ്വിറ്റ്സർലാൻഡിൽ നല്ല വെയിലായതുകൊണ്ട് മാളുവിന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡ് ആണ് ഇതിട്ടാ. ഇവിടെ നല്ല രസമുണ്ട് കാണാന്. ഇവിടെ അങ്ങനെ ക്യാമറ കൂടി കാണാൻ. അപ്പൊ ഇനി ഇവിടുന്ന് പോവാ. ഇറങ്ങൂല? അല്ല വാങ്ങില്ലേ. ഇവിടുന്ന് ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കി കേട്ടാ. എന്താ ഭംഗി അല്ലാണോ? നല്ലൊരു ഭംഗിയുള്ള ഭാഗം. കുട്ടിമാൻ പറഞ്ഞു ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് സ്വിറ്റ്സർലാൻഡ് ആണ് ഇത്. അങ്ങനെ ഇവിടെ നിർത്തിയതട്ടാ. നല്ലൊരു രസമുണ്ട് കാണാൻ. അവിടെ വെള്ളമൊക്കെ ഒലിച്ചു പോകണം. നല്ല
മലയോര ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം ഒലിച്ചു പോണൊക്കെ കാണാം അവിടെ ട്ടോ. തടാകം പോലത്തെ ഒരു നല്ല രസമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിർത്തിയതാ. ഇനി ഇവിടുന്ന് പോവുകയാണ്. ഇനി ചുര ഇനിയും കയറാൻ കിടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഏതായാലും കേട്ടോ. അപ്പോൾ ഇതുകൂടി നമ്മൾ നേരെ ഊട്ടിക്ക് കിടന്ന് പായുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒക്കെ നിർത്തി നോക്കിക്കൊണ്ട് നല്ല രസമുണ്ട്. നല്ല തണുപ്പും ഇവിടെ തന്നെ തണുപ്പാണ്. അപ്പോൾ നേരെ പായാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടെ ഒക്കെ നിർത്തിയോ നല്ല ഭംഗിയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാച്ചിട്ടാണ് ഞങ്ങൾ ഇത് വീഡിയോ എടുത്തത് അല്ലേ. ഓക്കെ അതായത് നമ്മുടെ ഒരു 96 കാലഘട്ടങ്ങളിലൊക്കെ കൂടുതലും JCB ഒന്നുമില്ല. നമ്മുടെ റോഡിന്റെ സൈഡൊക്കെ വന്നിട്ട് നമ്മുടെ അണ്ണന്മാര് തമിഴന്മാര് വന്നിട്ടാണ് കീറി പൈപ്പും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ തമിഴന്മാര് കീറുന്നതിനെ കുറിച്ച് നമ്മുടെ ഒട്ടകങ്ങൾ വരി വരിയായി എന്നുള്ള പാട്ട് ഒരു പാരഡി ആയിട്ട് ഞാൻ പാടാൻ പോവാണ്. ആ അണ്ണന്മാരെ കുറിച്ച്, നമ്മുടെ തമിഴ് സഹോദരന്മാരെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഒന്നെങ്ങനെ ഒന്ന് കേട്ട് നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. കമന്റ് ചെയ്യോണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യോണ്ട് ഏതാണ് ഞാൻ ഒന്ന് പാടാം. അണ്ണാച്ചികൾ വരി വരി വരിയായി കൈക്കോട്ടും പിക്കാസും നിര നിര നിരയായി അരിച്ചാലിൽ കൊത്തി കിളച്ച് മണ്ണത കോരിടുന്നേ. അപ്പുറത്തേക്ക് കൊത്തുന്നത് കൊളന്താസ്വാമി ആണല്ലോ, ഇപ്പുറത്തേക്ക് കൊത്തുന്നത് പളനിസ്വാമി ആണല്ലോ. അണ്ണാച്ചികൾ വാരി വാരി വാരിയായി കൈക്കോട്ടും പിക്കാസും നിര നിര നിരയായി അരിച്ചാലിൽ കൊത്തി കിളച്ച് മണ്ണത കോരിടുന്നേ. പ്ലീസ് സപ്പോർട്ട്, പ്ലീസ്. എങ്ങനെയുണ്ട് മോനിത് കെടുന്നു ഒരുണ്ട് ചെറിച്ചിന് വട്ടേന്നല്ല എന്താ പറയാ. അപ്പൊ ശരിക്കും പറഞ്ഞ ശരിക്കും ഭംഗി. എന്ത് ഭംഗിയാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പരവനാതി വിരിച്ചമായി നിന്നെ കൊണ്ട് പറഞ്ഞില്ല. തണുത്തിട്ട് ഇങ്ങനെ വിറക്കണി. ഇപ്പൊ വെയിലായിട്ട് ഇതൊരു നല്ല തണുപ്പായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കല്ലേ. അവരെ കിടക്കുന്ന കാണിക്കാൻ പറ്റില്ല. ഇവര് ചുളിയിലിട്ട് അതെ കുട്ടിമാരൊക്കെ തണുത്ത് വിറച്ച് ബാത്റൂമിൽ പോയി കൈ കെട്ടാവും തോന്നുന്നു. അത്ര പൈസ കെട്ടാ വെള്ളം. അപ്പൊ പോയോ കേട്ടോ ഞങ്ങള്. പക്ഷെ ഇതിന് എത്ര തണുപ്പ് കേൾക്കൂല. ഞങ്ങൾക്ക് തണുപ്പ് കുറച്ചാൽ ഞങ്ങള് പറഞ്ഞോന്നൊന്നും വിചാരിച്ചിട്ട് എനിക്ക് തണുപ്പില്ല. എനിക്ക് സത്യത്തിൽ ഇതുവരെ അങ്ങനെ തണുപ്പ് തോന്നിയില്ല. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എനിക്ക് പറ്റിയില്ല. ആ ബാത്റൂം പോയിട്ടൊക്കെ അക്കലും വേണം. എന്ത് തണുപ്പറിയോ. അപ്പൊ പോയോ കേട്ടെ.